കർണാടകയിൽ നിന്ന് റേഡിയോ കൂളർ ഘടിപ്പിച്ച് കാടുകയറ്റിയ ആനയാണ് വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തി ഇപ്പോൾ ഒരു ജീവൻ എടുത്തിരിക്കുന്നത്. ആന ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മേഖലയിൽ കറങ്ങുന്നതായി വനം വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. റേഡിയോ കൂളർ സിഗ്നൽ അടക്കം പിന്തുടരുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉത്തരമേഖല CCF KS ദീപ മാധ്യമങ്ങളോട് ആന ഇറങ്ങിയ കാര്യം പറഞ്ഞിരുന്നു. ആ വാക്കുകളിലേക്ക്. എനിക്ക് തോന്നുന്നു 1 വീക്ക് ബിഫോർ ആണെന്ന് തോന്നുന്നു ഒരു റേഡിയോ കോളർ ചെയ്ത ഒരു മുഴ എനിക്ക് തോന്നുന്നു മുത്തങ്ങ ഭാഗത്ത് അതിൻ്റെ ഒരു പ്രസൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എലിഫൻറ്റിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ സ്പോട്ട് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങളിത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഐഡിയും പാസ്വേഡും നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐഡിയും പാസ്വേഡിൻ്റെയും അത് തന്നു കഴിഞ്ഞാലും നമുക്ക് വലിയ ഗുണമില്ല. കാര്യം ഒരു 5 to 8 hours വരെ ലാഗ് വരും. ഇന്ന സ്ഥലത്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടി വരുമ്പോഴേക്കും അതൊരു 8 hours കഴിഞ്ഞിട്ടുണ്ടാവും, അടുത്ത സ്ഥലത്തേക്ക് അത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ റേഡിയോ കോളർ ഇതൊരു എലിഫൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ റിസീവറും ആൻറ്റിനയും കിട്ടുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവരുടെ ഒരു ടീം അതായിട്ട് വന്ന് നമുക്കതിൻ്റെ കാര്യങ്ങൾ ഈ മേഖലയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഐഡിയും പാസ്വേഡും വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഇതിന് ട്രാക്കിങ് എളുപ്പമല്ല. അങ്ങനെ ഒരു ആനയുടെ വിവരം മാത്രമാണ്. അത് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് ഈ മേഖലകളായിട്ട് തന്നെ ഉണ്ട്. അത് നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. അത് മോഴയാണ്, അതല്ല, അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വാച്ച് ചെയ്ത് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് എഴുതിയിട്ടുണ്ട്, അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്.